ഹലോ ഗൈസ്, സോ നമുക്കറിയാലേ ലെറ്റ് എക്സാംസ് ഡേ എത്തിക്കഴിഞ്ഞു. മെയ് 20 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി. ജൂണിലായിരിക്കും നമ്മുടെ എക്സാംസ് വരുന്നത്. അപ്പോൾ വിത്തിൻ 1 മന്ത്, ശരിക്കും പറഞ്ഞാൽ ഒരു മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ ഒരു മാസം കൊണ്ട് നമുക്ക് എങ്ങനെ എക്സാംസ് ക്രാക്ക് ചെയ്ത് ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അഡ്മിഷൻസ് എടുക്കാമെന്നാണ് നമ്മൾ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടും വൈകാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. വെറും 2,999 മാത്രമേ നമ്മുടെ ഫീസ് ആയിട്ടുള്ളൂ. അതിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. ലൈവ് ക്ലാസ്സുകൾ ഫുൾ കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ആവുന്ന രീതിയിലുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. ലൈവ് ക്ലാസ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മിസ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രീ റെക്കോർഡഡ് വീഡിയോസ് ക്ലാസ്സുകൾ ഉണ്ടാകും. പിന്നെ മോക്ക് എക്സാം സീരീസുകൾ ഉണ്ടാകും. പിന്നെ റെഗുലർ ആയിട്ട് നടക്കുന്ന ഓൺലൈൻ എക്സാംസ് ഉണ്ടാകും. അതേപോലെ നമുക്ക് എന്തുണ്ട്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കും. സോ ഇത്രയും പാക്കേജസ് ആണ് നമുക്ക് വെറും 2,999 എന്ന് പറയുന്ന പാക്കേജ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പം ഒരു നല്ല ഗവൺമെന്റ് അല്ലെങ്കിൽ ബിടെക് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം. അതിൽ അഡ്മിഷൻ എടുക്കാൻ ഒട്ടും വൈകരുത്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ എന്താണ്, കംപ്രഷൻ റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് ഫിഗർ നോക്കിയാൽ നമ്മൾ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നമ്മുടെ TDC മുതൽ PDC വരെയുള്ള സിലിണ്ടർ വോളിയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് VS അല്ലെങ്കിൽ സ്റ്റോക്ക് വോളിയം. അതിന് മുകളിൽ വരുന്ന വോളിയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ക്ലിയറൻസ് വോളിയം അല്ലെ. അപ്പൊ എന്താണ്, ടോട്ടൽ വോളിയം ഓഫ് ദ സിലിണ്ടർ ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, compression ratio. For a petrol engine ആണെങ്കിൽ compression ratio vary from 6 to 10 ആണ്. For a CI engine compression ratio varies from 15 to 27 ആണ്. 15 to 27. Okay. The most of the domestic refrigerator works on the following refrigeration system. വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ്. മെയിൻലി 4 ഡിവൈസുകളാണ് ഉണ്ടാവുന്നത്: ഇവോപ്പറേറ്റർ, കംപ്രസർ, കണ്ടൻസർ ആൻഡ് എക്സ്പാൻഷൻ വാൾവ്. ഓക്കെ ആണല്ലോ. അതിൽ ഇവോപ്പറേറ്ററിൽ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് അബ്സോർബ് ഫ്രം ദ റെഫ്രിജറേറ്റർ. കംപ്രസർ എന്ന് പറയുമ്പോൾ ഗിവിംഗ് എക്സ്റ്റേണൽ വർക്ക്. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിജക്റ്റഡ് ടു ദ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ റിജക്റ്റഡ് ഫ്രം ദ റെഫ്രിജറേറ്റർ. ആൻഡ് എക്സ്പാൻഷൻ വാൾവ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ആയിട്ടുള്ള ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്ത് ലോ പ്രഷറിലേക്ക്, റെഫ്രിജറേറ്ററിനെ ലോ പ്രഷറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ത്രോട്ട്ലിംഗ് പ്രോസസ് ആണ് നടക്കുന്നത്. എൻതാൽപ്പി റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും എക്സ്പാൻഷൻ വാൾവിൽ നടക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. Which type of lubrication system is used for two-stroke engine? Two-stroke engine നടക്കുന്ന ഈ lubrication system ആയതിനാൽ lubrication system തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു, മിസ്റ്റ് lubrication system, wet sump lubrication system and dry sump lubrication system. വെറ്റിനെ നമ്മൾ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: സ്പ്ലാഷ്, സെമി പ്രഷർ, ഫുൾ പ്രഷർ അല്ലേ. അതിൽ ഏതാണ് നമ്മുടെ 2-stroke നടക്കുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ പെട്രോൾ ടാങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ആ ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്, മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. 2 to 5% ആയിരിക്കും അല്ലെ. 2 to 5% വരെ പെട്രോളിന്റെ എത്രയാണോ പെട്രോൾ അടിക്കുന്നത് അതിൽ 2 to 5% ആയിരിക്കും ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ നമ്മൾ പെട്രോൾ ടാങ്കിൽ മിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഏതായിരിക്കും മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. പിന്നെ എന്താണ്, സെൻട്രിഫ്യൂഗൽ പമ്പ് ട്രാൻസ്ഫർ എനർജി ഫ്രം അല്ലെ. സെൻട്രിഫ്യൂഗൽ പമ്പ് എവിടുന്ന് എവിടേക്കാണ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഫ്രം ദ റോട്ടർ അല്ലെ, സെന്റർ പാർട്ടിലെ ഐ ഓഫ് ദ ഇംപെലർ എന്ന് പറയും, അല്ലെങ്കിൽ റോട്ടർ ടു ദ ഫ്ലൂയിഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൻട്രിഫ്യൂഗൽ പമ്പിൽ നിന്ന് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓപ്ഷൻ A ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ പമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും, ടർബൈൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിക് എനർജി ടു മെക്കാനിക്കൽ എനർജിയാണ്. പമ്പ് ആണെങ്കിൽ എന്തായിരുന്നു, മെക്കാനിക്കൽ എനർജി ടു ഹൈഡ്രോളിക് എനർജിയാണ്. അപ്പോൾ ഒരു എനർജി നമ്മൾ ഫ്ലൂയിഡിലേക്ക് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജിയിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഏതെന്ന് എവിടേക്കാണോ, റോട്ടറിൽ ടു ഫ്ലൂയിഡിലേക്കാണ് കൊടുക്കുന്നത്. ഓപ്ഷൻ A. അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഐ ഓഫ് ദ ഇംപെലർ എന്താണെന്നൊക്കെ. ഓപ്ഷൻ A ആണ് കറക്റ്റ് കേട്ടോ. അടുത്തെന്താണ്, ദ തിയററ്റിക്കൽ ഡിസ്ചാർജ് ത്രൂ എ ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ഹീറ്റ് ഡിസ്ചാർജ് നമുക്ക് എല്ലാവർക്കും അറിയാം. Q എന്തായിരുന്നു, ALN/60 ആണ്. ALN/60. A എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സിലിണ്ടർ, L എന്ന് പറയുന്നത് സ്ട്രോക്ക് ലെങ്ത് ആണ്, N എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ എന്താണ്, നമ്മുടെ ക്രാങ്ക് ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർ എ ഡബിൾ ആക്ടിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 into ALN/60 എന്ന് പറയാം. 2 ALN/60
അപ്പൊ എന്തായിരിക്കും ആൻസർ വരുന്നത് 2 × ALN/60 ആണ്. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു 2ഉം 60ഉം കട്ട് ചെയ്ത പോലെ 30 ആയി. അപ്പൊ ALN/30 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ഫ്രാൻസിസ് ടർബൈൻ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് അല്ലെ, അത് നമ്മളൊരു ടേബിൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ, ഒരു ടേബിൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ടേബിൾ എന്താണ്, ടർബൈന്, ഹെഡ്, സ്പെസിഫിക് സ്പീഡ്, ടൈപ്പ് ഓഫ് ലോക്ക് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ പെൽട്ടൺ വീൽ ഉണ്ട്, ഫ്രാൻസിസ് ടർബൈൻ ഉണ്ട്, കപ്ലാൻ ടർബൈൻ ഉണ്ട്. അതിൽ ഫ്രാൻസിസ് ടർബൈന്റെ റേഞ്ച് എത്രയായിരുന്നു, 60 മീറ്റർ ടു 250 മീറ്റർ ആണ്. ചിലതിൽ 24 മീറ്റർ ടു 250 മീറ്റർ എന്നൊക്കെ പറയാറുണ്ട്. അപ് ടു 250 മീറ്റർ വരെ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫ്രാൻസിസ് ടർബൈൻസ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസിൽ എന്താ വരുന്നത്, മീഡിയം ആണ്, മീഡിയം റേഞ്ച് ആണ് വരുന്നത്. മീഡിയം ഹെഡ് ആപ്ലിക്കേഷൻ അപ് ടു 180 മീറ്റർ. ഓപ്ഷൻ കറക്റ്റ് ഏതാണ്, എ ആണ് കറക്റ്റ് അല്ലെ, മീഡിയം ഫ്ലോ ടർബൈൻസ് ആണ്. പെൽട്ടൺ ആണെങ്കിൽ ഹൈ ഹെഡ് ആണ്, ഫ്രാൻസിസ് ആണെങ്കിൽ മീഡിയം ആണ്, കെപ്ലാൻ ആണെങ്കിൽ ലോ ഹെഡ് ആണ് കേട്ടോ, ലോ ഹെഡ് ടർബൈൻസ് ആണ് വരുന്നത്. തേർഡ് മൊഡ്യൂൾ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഏതാണ്, എന്താ പിച്ച് സർക്കിൾ ഡയമീറ്റർ അല്ലെ, പിച്ച് സർക്കിൾ ഡയമീറ്റർ. ആ ഫിഗർ നോക്കിയാൽ അറിയാം എന്താണ് പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. അഡെൻഡം സർക്കിളും ഡിഡൻഡം സർക്കിളിന്റെയും കൂടി സെന്ററിലൂടെ വരയ്ക്കുന്ന ആ ഒരു സർക്കിളിനെ വിളിക്കുന്ന പേരാണ് എന്താ, പിച്ച് സർക്കിൾ. അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഒരു ഗിയറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് പിച്ച് സർക്കിൾ ഡയമീറ്റർ ആയിരിക്കും. ആൻഡ് ദ നമ്പർ ഓഫ് ദ ടീത്ത്, ഡയമീറ്റർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മൊഡ്യൂൾ എന്നാണ് വിളിക്കുക കേട്ടോ, മൊഡ്യൂൾ എം അല്ലെ, മൊഡ്യൂൾ എം ഈസ് ഈക്വൽ ടു D/T എന്നാണ് വരിക. T/T അല്ലെങ്കിൽ ഇവിടെ നമ്മൾ Z എന്ന് പറയുന്ന ലെറ്റർ ആണ് ടീത്തിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ D/Z. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അഡെൻഡം എന്താണ്, ഡിഡൻഡം എന്താണ്, ഗിയർ പ്രൊഫൈൽ, ടെർമിനോളജി കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ് സർക്കുലർ പിച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കുക. ഓക്കെ. Which type of forging is done by deforming the metal at the room temperature? Room temperature നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫോർജ് ചെയ്യുന്ന പ്രോസസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കോൾഡ് ഫോർജിങ് അല്ലെ. റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെറ്റീരിയൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ പ്രസ്സിനെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കോൾഡ് ഫോർജിങ്. The carriage in a lathe machine is mounted between the carriage അല്ല, lathe machine നോക്കിയാൽ carriage എന്തിന്റെ ഇടയിലാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്, ഒന്നാണ് ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, എൻഡിൽ എന്തുണ്ട്, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഹെഡ് സ്റ്റോക്കിന്റെയും ടെയിൽ സ്റ്റോക്കിന്റെ എൻഡ് മിഡിൽ ടേമിൽ എന്താണ് മൗണ്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു ഡിവൈസിന്റെ പേരാണെന്നല്ല കാരേജ് എന്ന് പറഞ്ഞത്. കാരേജ് ഹെഡ് സ്റ്റോക്കിന്റെയും ടെയിൽ സ്റ്റോക്കിന്റെയും മിഡിൽ പാർട്ട് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഇടയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓപ്ഷൻ എന്ന് പറയുന്നതായിരിക്കും ഓപ്ഷൻ ബി. The more efficient way to increase the efficiency of Carnot engine അല്ലെ, Carnot engine efficiency നമുക്കറിയാം തന്നെ 1 - TL/TH ആണ് എഫിഷ്യൻസി ആയിട്ട് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാം. ഒന്നെങ്കിൽ ഹയർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സോഴ്സ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സിങ്ക് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാം. ഓപ്ഷൻ രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഡിക്രീസിംഗ് ദ സിങ്ക് ടെമ്പറേച്ചർ. ഓപ്ഷൻ ഡി ആണ് കുറച്ചുകൂടി നല്ലത്. രണ്ടും കറക്റ്റ് ആണ്, പക്ഷെ കുറച്ചുകൂടി നല്ല ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിക്രീസിംഗ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ്. ഓപ്ഷൻ ഡി. മോഡേൺ ട്രാൻസിസ് ടർബൈൻ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. മോഡേൺ ട്രാൻസിസ് ടർബൈൻ നമ്മൾ ആ സ്റ്റാർട്ടിംഗ് മുതലേ ക്ലാസിഫിക്കേഷൻ ഓഫ് ടർബൈൻസിന്റെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു മോഡേൺ ട്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത്, എന്തായിരുന്നു, ഒരു മിക്സഡ് ഫ്ലോ ടർബൈൻസ് ആണ്. മിക്സഡ് ഫ്ലോ ടർബൈൻസ് പറയുമ്പോൾ എന്തായിരുന്നു, വാട്ടർ എൻട്രി ചെയ്യുന്ന റേഡിയലിയാണ്, പുറത്തേക്ക് പോകുന്നത് എന്തായിരുന്നു, ആക്സിലി ആണ്. വാട്ടർ എൻട്രി ചെയ്യുന്നത് എന്തായിരുന്നു, റേഡിയലി ആയിരിക്കും, പുറത്തേക്ക് പോകുന്നത് ആക്സിലി ആയിരിക്കും. ആ ടൈപ്പ് ഓഫ് ടർബൈൻ വിളിക്കുന്ന പേരാണ് എന്താ, മോഡേൺ അല്ലെങ്കിൽ മിക്സഡ് ഫ്ലോ ടർബൈൻസ്. എക്സാമ്പിൾ ഈസ് മോഡേൺ ട്രാൻസിസ് ടർബൈൻ. പാർട്ട് ഒന്നും കൂടി ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ എന്തായിരുന്നു, ദ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ ഈസ് 0.75. ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. 2019-20 ലെറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ ഈസ് 0.75 ടൺ. അതേപോലെ ടൺ കപ്പാസിറ്റി ഈസ് ഫൗണ്ട് ടു ഹാവ് എ COP ഓഫ് 7.5. COP തന്നിട്ടുണ്ട് എത്രയാണ്, 7.5 ആണ്. അങ്ങനെയാണെങ്കിൽ പവർ കൺസപ്ഷൻ എത്ര ആയിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പവർ COP is equal to refrigerating. Okay, COP is equal to refrigerating effect divided by work done അല്ലെ. COP is equal to refrigerating effect divided by work done ആണ്. അപ്പൊ നമ്മുടെ പവർ കൺസപ്ഷൻസ് ഉദ്ദേശിക്കുന്നത് എന്താ നോക്കിയാൽ, റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് എത്തുന്നു. ഇത് എന്താണ്, ടണ്ണിലാണ് തന്നത്. 1 ടൺ എന്ന് പറയുന്നത് 3.5 കിലോവാട്ട് ആണ്. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം, COP നമുക്കറിയാം 7.5 ആണ്. വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. പവർ കൺസപ്ഷൻ ചോദിക്കുന്നത് വർക്ക് ഡണ്ണിന്റെ ബേസിലാണ് ചോദിക്കുന്നത്. വർക്ക് ഡൺ പെർ സെക്കൻഡ് അല്ലെ, വർക്ക് ഡൺ പെർ സെക്കൻഡ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് നമുക്ക് എത്രയാണ്, 3.5 into 0.75 ചെയ്യാം. 3.5 into 0.75, അതായത് 1 ടൺ എന്ന് പറയുന്നത് 3.5 ആണെങ്കിൽ 0.75 ടൺ എന്ന് പറയുമ്പോൾ into 3.5 ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ പെർ സെക്കൻഡ് അല്ലെ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പവർ ഈസ് ഈക്വൽ ടു 3.5 കിലോ വാട്ട് ആണ്. അപ്പൊ ഇൻറ്റു 10⁻³ ഇൻറ്റു 7.75 ഡിവൈഡഡ് ബൈ 7.5. അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 350 വാട്ട്. 350 വാട്ട് ആണ് ആൻസർ കിട്ടുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു കൺസെപ്റ്റ് അറിയണം, എന്താണ് 1 ടൺ ഓഫ് റെഫ്രിജറേറ്റർ എന്ന് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ. The ratio of partial pressure of water vapor in air vapor mixture to the saturated pressure of pure water at the same temperature is called എന്തായിരുന്നു? അല്ല, സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ ഉണ്ടാകുന്ന എന്താണ്? എയർ പ്യൂർ മിക്സ്ചർ ഡിവൈഡഡ് ബൈ സാച്ചുറേറ്റഡ് കണ്ടീഷൻ ഉണ്ടാകുന്ന സെയിം ടെമ്പറേച്ചർ ഉണ്ടാകുന്ന റേഷ്യോനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. എന്താ വിളിക്കുക? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ ആണല്ലോ.